ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണ് തോന്നുന്നത് ഒരു പോസ്റ്റ് വന്നു. അത് ആരാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ആളെ കാണാൻ മേലായിരുന്നു. അച്ഛനാണോ അൽമായനാണോ എന്ന് നമുക്കറിയത്തില്ല. അതൊന്നും കാണാൻ പറ്റത്തില്ല ആളാണ്. അങ്ങനെ അതിൽ പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു വചനമാണ്. അതായത് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇതാണ് ആ വചനം. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എവിടെ പറഞ്ഞാലും അത് നമ്മുടെ അനുഗ്രഹമാണ്, നമുക്കുള്ള അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? അപ്പം എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മാറിക്കിട്ടുന്നൊരു കാര്യമാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന ഒരു വാചകമുണ്ടെങ്കിൽ അത് കുറേ പ്രാവശ്യം വായിച്ചുമ്പോൾ നിങ്ങളുടെ കടങ്ങളും ദാരിദ്ര്യങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടും എല്ലാം തീരുമെന്നാണ് അതിൻ്റെ സാരം അങ്ങനെ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ശരിക്കും അത് എന്തടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ദൈവം അല്ല, യേശുക്രിസ്തുവാണ്. നമ്മൾ യേശുക്രിസ്തുവിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സഭ തന്നെ ഇന്ന് നിലനിൽക്കുന്നതും സഭയുടെ അടിസ്ഥാനവും സഭ ചവിട്ടി നിൽക്കുന്നതും യേശുക്രിസ്തുവിലാണ്. ഇല്ലേ? യേശുക്രിസ്തു എന്ന ആ സഭയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം യേശുവിനെയാണ് പ്രഘോഷിക്കേണ്ടത്, പഴയ നിയമമല്ല. പഴയ നിയമം അത് അങ്ങനെ ഒരു വഴിക്ക് കിടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരുടെ കഥകളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ദൈവം പ്രവാചകരോട് സംസാരിച്ചതും ഒക്കെയാണ് പഴയ നിയമത്തിലുള്ളത്. ഞാനത് തെറ്റെന്ന് പറയുന്നുണ്ട്. അതെൻ്റെ വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ക്രൈസ്തവരായ വിശ്വാസികളെ തകർക്കാൻ പാടില്ല. ആരായാലും നിങ്ങൾ ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ ഈശോയുടെ വചനം എവിടെയെങ്കിലും ഏതെങ്കിലും വചനം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥം പറഞ്ഞു കൊടുത്ത് അവർ മനസ്സിലാക്കണം. അല്ലാതെ ഇത് വായിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇന്നത് കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടും, ഇന്നതിൽ ആമ്യം പറഞ്ഞാൽ രക്ഷപ്പെടും, അത് തെറ്റാത്. അതൊരിക്കലും ചെയ്യരുത്. അത് നമുക്ക് യോജിച്ച കാര്യമല്ല. മനസ്സിലായില്ലേ? ഞാനിവിടെ ആരെ കുറ്റം പറയാനോ ആരുടെ കുറവ് പറയാനോ അല്ലെ അവർ പറഞ്ഞ് തെറ്റാണെന്ന് പറയാനോ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആരും തിരുത്തേണ്ട ആവശ്യമില്ല, ആരും രക്ഷിക്കേണ്ട ആവശ്യമില്ല, ആരും മോശമാണെന്ന് പറയാനും നല്ലതെന്ന് പറയാനും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കണ്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമം പല പോസ്റ്റുകളും ഇങ്ങനെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു വചനം എടുത്ത് വെച്ചിട്ട് പറയും, ഇത് നിങ്ങൾ ആമേൻ പറഞ്ഞോ, ഇപ്പോൾ രക്ഷപ്പെടുന്നു. അപ്പോൾ അവളിങ്ങനെ ആമേൻ പറഞ്ഞിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ആവശ്യം നമ്മുടെ രക്ഷയല്ല, അവരുടെ ആവശ്യം നമ്മുടെ ലൈക്കാണ്. നിങ്ങൾ കൊടുക്കുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇത് മൂന്നുമാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് അവർ ഈ വക ഇതൊക്കെ കാണിക്കുന്നത്. ഒരിക്കലും ക്രിസ്ത്യാനികളായ നമ്മൾ അതിനകത്ത് വീഴാൻ പാടില്ല. മനസ്സിലായില്ലേ? ദൈവവചനമാണ് നമ്മളെ പറഞ്ഞത്. അതിൻ്റെ എല്ലാ കാര്യവും പറയണം. അത് എങ്ങനെ ചെന്നാലാണ്, എന്ത് ചെയ്താലാണ് നമുക്കതിൻ്റെ രക്ഷ എന്നുള്ളത് പറയാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കരുത് ആരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും കേട്ടോ. അത് ദൈവം കേട്ടു.
അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വചനത്തിലൂടെ വീഴിയാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് അവർ പറയുന്നത്. തെറ്റാണ് കേട്ടോ, അതിനകത്ത് ആരും പോകരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനം നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മനസ്സിലായോ? ഞാൻ ഒരു അൽമായനായതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ വൈദികനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഞാൻ വലിയൊരു വചന പ്രഘോഷകനോ അല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ നമ്മൾ ശരിക്ക് സത്യത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് സത്യം അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കും. കാരണം സത്യം നമുക്കറിയത്തില്ല, സത്യം നമ്മൾ കേട്ടിട്ടില്ല. ഇന്നവരെ സത്യം എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുമില്ല, നമുക്കോട്ട് അറിയത്തുമില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഇത്തരം വചനങ്ങളിലൊക്കെ ചെന്ന ആൾക്കാർ ചാടുന്നത്. കഷ്ടപ്പെടുന്ന മനുഷ്യന് ആശ്വാസം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചെന്ന് ചാടുന്നത് ഇല്ല. അപ്പോൾ ഈ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, സത്യം അറിയണം. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം, മനസ്സിലായില്ലേ? ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. ഈശോ പറഞ്ഞതാ, ഇതെൻ്റെ വാക്കല്ല, ഈശോ പറഞ്ഞ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ആണ് നമ്മളിപ്പോൾ കേട്ടത്. 40-ആണ്. 8:40 പറഞ്ഞത്. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം. യേശുക്രിസ്തുവിനെ ദൈവം കൊടുത്ത വാക്കുകളാണ്. ദൈവമാണ് യേശുക്രിസ്തുവിന് ഓരോന്ന് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഇല്ലേ, അങ്ങനെ നമുക്ക് മനസ്സിലാണ്. ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു. ആ സത്യം പറഞ്ഞ് എന്നെ കൊന്നില്ലേ? ഇല്ലേ? അടിച്ചു കൊന്നില്ലേ? തല്ലിക്കൊന്നില്ലേ? തൂക്കിക്കൊന്നില്ലേ? ദൈവത്തിൽ നിന്ന് കേട്ട് സത്യം പറഞ്ഞേനാ ഇല്ലേ? ദൈവത്തിൽ നിന്ന് കേട്ട് സത്യം പറഞ്ഞാണ് യേശുവിന് കിട്ടിയത്. അപ്പം ഞാൻ നിങ്ങളോടിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ബൈബിൾ പണ്ഡിതനോ അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെടുന്ന വലിയ ഡിഗ്രിയോ എനിക്കില്ല. അതിനുള്ള പഠിപ്പും എനിക്കില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈശോ തരുന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈശോയാണ് എനിക്ക് ഇതിനെല്ലാം ഓരോ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ തരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് പാണ്ഡിത്യമൊന്നുമില്ല, അല്ലേ? എനിക്കൊന്നുമില്ല. ദൈവം, ഞാനീ പറയാൻ പോകുന്ന വെച്ചാൽ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, മനസ്സിലായോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, യേശുക്രിസ്തു നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഫിലിപ്പി ലേഖനം 2:4 പറയുന്നത്, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിൻ ഉണ്ടായ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. മനസ്സിലായോ? അതായത് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഇതാണ് യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷം 8:40 വായിച്ചു. അതിനകത്ത് ഈശോ പറഞ്ഞ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം പിടിച്ചപ്പോൾ നിങ്ങളെന്നെ കൊല്ലാൻ നോക്കി. അപ്പം ഞാൻ യേശുവിൽ നിന്ന് കേട്ട വചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെന്നെ ചീത്ത കൊണ്ട് ആറാട്ടും. എന്നെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു നിവൃത്തിൻ്റെ ഇങ്ങനെ തല്ലിക്കൊന്നാൻ. അപ്പം യേശുവിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ. അത് യേശുവിൻ്റെ വചനം ഞാനീ പറയുന്നത്. ഇനി എന്തായിരിക്കും ആ മനോഭാവം?
ആ മനോഭാവം, അതായത് ഇത് പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അതിങ്ങനെ കേട്ടാൽ എല്ലാം സംഭവിക്കുന്ന പറഞ്ഞാൽ ഇല്ല, അത് തെറ്റാണ്. അത് ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മളത് അനുകരിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളുക. എന്തായിരിക്കും ആ മനോഭാവം? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ ഒരു വചനമുണ്ട്. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് പ്രധാനവും പ്രദവുമായ കൽപ്പന. ഇത് ചുമ്മാ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഓരോരോ വചനം ഇട്ടെടുത്തുകൊണ്ട് ഇപ്പോൾ കാര്യം സാധിക്കും, ഇതിനകത്ത് ആമയം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടന്നിരിക്കും, നിങ്ങളുടെ ഏത് കടവും വീടിയിരിക്കും, ഏത് രോഗവും മാറിയിരിക്കും, ഏത് തകർച്ചയും മാറിയിരിക്കും. അത് തെറ്റത്. അങ്ങനെയൊന്നും നിങ്ങൾ പോയി ചാടരുത്. അതൊന്നും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ അതിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിലുള്ള കാര്യങ്ങളെ ഞാനീ പറയണം. മനസ്സിലായില്ലേ? എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അല്ലേ പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. ഇതാണ് ആദ്യത്തെ കൽപ്പന അല്ലേ? ഇനി രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതിലും ഭേദം നമ്മളെ കൊന്നാൻ വയ്യല്ലേ? വേറെ എന്താണെങ്കിലും നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞൊരു കാര്യത്തിനാണ് നമുക്കെടുക്കാൻ പറ്റാത്തത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മുടെ കടമ എന്താ? ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് എന്താ? ഞാൻ പച്ചയ്ക്ക് പറയുക, ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് എന്താ? നമ്മുടെ സഹോദരനെ, നമ്മുടെ അയൽവാസിയെ ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാവോ, ഏതെല്ലാം വിധത്തിൽ ദ്രോഹിക്കാവോ അല്ലേ, അവൻ്റെ വഴി വരെ അടച്ചു കളയുന്ന ക്രിസ്ത്യാനികളുണ്ട്. എന്നിട്ട് ദിവസവും പോയി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുണ്യാളനായിട്ട് നടക്കുന്നവരുണ്ട്. രണ്ടാമത്തെ കൽപ്പനയാണ് അത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതേപോലെ കട്ടിയാണ്. അയൽക്കാരനെ ദ്രോഹിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇല്ലേ? എന്നിട്ട് ഇവരൊക്കെ ദിവസവും കാലത്തെ പോയി വിശുദ്ധ കുർബാന മേടിച്ചിരുന്നു, ദിവസവും കാലത്തെ പള്ളിയിൽ പോയിട്ട് വരും. എന്ത് കഷ്ടമാണെന്നറിയാമോ? ദിവസവും കാലത്തെ പള്ളിയിൽ പോവും, ദിവസവും കാലത്തെ ആ വിശുദ്ധ കുർബാന മേടിച്ചിരുന്നു. അയൽക്കാരൻ അവനെ നമ്മൾ ദ്രോഹിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? അവൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ അയൽക്കാരൻ്റെ നിങ്ങൾ ദ്രോഹിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സ് ഒന്ന് വേദനിക്കുമ്പോൾ അത് ദൈവമാണ് ആ വേദന ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ശാപം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും വന്നിരിക്കും. നിങ്ങൾ അറിവില്ലാണ്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലല്ലേ? ഇത് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനമാണത്. അല്ലാണ്ട് ആമയം പറഞ്ഞ കാര്യം നേടുന്നവരല്ല. സഹോദരനെ സ്നേഹിക്കുക. അപ്പം ഇനി ഈ കൽപ്പന, ഈ രണ്ടാമത്തെ കൽപ്പന, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ചിരിച്ച് കാണിച്ചിട്ട് പോരില്ല. അയൽക്കാരനെ കാണുമ്പോൾ ഒരു ചിരി വെച്ചിട്ട് കാര്യമില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് കാര്യമില്ല. ഇനിയാണ് വരാൻ പോണ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം പറഞ്ഞു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഇതിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദിവസവും പള്ളിയിൽ പോയി ഭക്തിയോടെ കൈകൂപ്പി വരുന്ന നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാവോ? ആ കുർബാന സ്വീകരണത്തിലൊന്നും കിട്ടത്തില്ല. ഇതാണ് കിട്ടേണ്ടത്. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഇന്നേ വരെ ഈ ലോകത്ത് ആരും പറഞ്ഞു തരാത്തൊരു രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളെന്ത് ചെയ്യണമെന്നറിയോ?
ഈ പറഞ്ഞു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈശോയ്ക്കാണ് നമ്മൾ ഈ സഹായം ചെയ്യുന്നത്. 25-40 ചെയ്യുന്നത് ഈശോയ്ക്കാണ്. അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ ഈ സഹായം ചെയ്തു തരുമ്പോൾ ഈശോയ്ക്ക് നമ്മളോട് കടപ്പാടുണ്ടാകും. അങ്ങനെയല്ലേ? നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അവനൊരു ഒരു കടപ്പാട് നമ്മോടുണ്ടാകും. മനസാക്ഷിയുള്ള മനുഷ്യനും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇത് ഒരു വലിയൊരു ഒളിഞ്ഞിരുന്ന സത്യമാണ്. ഇന്നവരെ ആരും പറയാത്തൊരു സത്യമാണ്. നമ്മൾ കടപ്പാട് നമ്മളോടുണ്ടാക്കണം. ഞാൻ എന്ത് കാര്യം ഈശോട് പറഞ്ഞാലും എനിക്ക് ഈശോ സാധിച്ചു തരും. എനിക്ക് പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞാൽ നടക്കത്തില്ല. അല്ലാത്ത വേറെ ആരെക്കുറിച്ച് എന്ത് സാധനം പറഞ്ഞാലും ആ സാധനം എനിക്ക് ഈശോ നടത്തിയത്. കാരണം അറിയോ? ഈശോയ്ക്ക് എന്നോട് കടപ്പാടാണ്. ഈശോ എനിക്ക് കടപ്പെട്ടവനാണ്. നിങ്ങൾ സമ്മതിക്കുക ആരെങ്കിലും പറഞ്ഞാൽ? ഞാൻ ആ 25-40 വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ നവീകരണ ജീവിതത്തിലേക്ക് വന്ന ഈ 32 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സഹോദരന്മാർക്ക് ചെയ്യുന്ന സഹായം. അത് ഈശോയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈശോ ഞാൻ പറഞ്ഞ് കേൾക്കണം. ഈശോ ഞാൻ പറഞ്ഞ് കേൾക്കും. ഏത് കാര്യം സാധിച്ചു തരും. ഏത് കാര്യവും മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റാത്ത നടക്കാത്ത ഏത് കാര്യവും ഞാൻ ഈശോയോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരും. കാരണം ഈശോയ്ക്ക് എന്നോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് നിങ്ങളും യേശുവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം ഇല്ലേ? കാരണം നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 1 രൂപ പോലും നമ്മൾ ആർക്കും കൊടുക്കില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും ഒക്കെ കിട്ടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആ മക്കൾ എന്ത് ചെയ്യും? ആ മക്കൾ നാളെ നമ്മളെ ചവിട്ടി പെരുവഴിയിലേക്ക് എറിയും. അത് നിങ്ങൾ മറക്കണ്ട. മനസ്സിലായില്ലേ? ആ വചനം അത്രയും ആപ്റ്റാണ്. നിങ്ങളോട് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കി, മത്തായിയുടെ സുവിശേഷം 3:5 ഒരു വചനം. കർത്താവ് ആദ്യമായിട്ട് വചന ശുശ്രൂഷ ചെയ്തതാണ് ഈ വചനം. ഫസ്റ്റത്തെ വചനമാണ് ഈശോയുടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അല്ലേ? ആരാണ് ഈ ആത്മാവിൽ ദരിദ്രൻ? ഇത് നിങ്ങൾ വെറുതെ തള്ളിക്കളയരുത്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. ആരാണ് ഈ ആത്മാവിൽ ദരിദ്രൻ? അറിയാമോ? ആരാണ് ഈ ആത്മാവിൽ ദരിദ്രൻ? ഈ മത്തായിയുടെ 3:5 പാലിച്ചാൽ അറിയാമെങ്കിൽ മാത്രമേ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തതൊന്നും പറ്റത്തില്ല. അതിനിപ്പോൾ ആരായാലും, ഇനിയിപ്പോൾ നമ്മുടെ സഭയിൽ തന്നെയുള്ള മാർപ്പാപ്പയായാലും കർദിനാളായാലും മെത്രാനായാലും വൈദികനായാലും ഈ മത്തായിയുടെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. ആരാണ് ഈ ആത്മാവിൽ ദരിദ്രനെന്ന് അറിഞ്ഞവന് മാത്രമേ ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ ഒരാൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ വന്ന് ഒരു വചനം പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്ന ഒന്ന് ദിനവൃത്താന്തം ഒന്ന് വായിച്ചു നോക്കണേ. മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അതിനകത്ത് എന്താ പറയണേ അത് വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് രക്ഷപ്പെടുമോ ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കണം. വെറുതെ വഴിയെ പോകുന്ന വചനങ്ങളെല്ലാം പറയരുത്. അതാരും പറയരുത്. ഈ വചനം എന്നാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100 ആവർത്തി വായിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ കടം മാറും, ദാരിദ്ര്യം മാറും, കഷ്ടപ്പാട് മാറും, രോഗം മാറും. അതായത് പഴയ നിയമവും പുതിയ നിയമവും ചുവന്നുകൊണ്ട് നടക്കുന്ന കുറേ പ്രാർത്ഥനക്കാരുണ്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നാണമാകില്ലേ ഇത്തരം കള്ളം പറയാൻ? ഈ പഴയ നിയമത്തിലെ വചനങ്ങൾ വയ്ക്കുക,
പുതിയ നിയമത്തിലെ വചനങ്ങൾ വെച്ചാൽ എന്നിട്ട് അതിനെ കുറിച്ച് പറയുക, അത് ചോദ്യം കൊടുക്കുക. നാണാവില്ലേ? നാണാവില്ലേ? അതായത് ഒരു അൽമായനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് അത്രയമേ അറിയുള്ളൂ, ഇല്ലേ? അത്രേ അവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെ പറയാനേ അവർക്ക് അറിയത്തുള്ളൂ, അങ്ങനെ ചെയ്യാനേ അവർക്ക് അറിയത്തുള്ളൂ. അത് നമ്മുടെ സഭയിൽ 14 വർഷം പഠിച്ച, ബൈബിള് പഠിച്ച് ദൈവശാസ്ത്രമൊക്കെ പഠിച്ച വ്യക്തികളൊക്കെ പറയുന്നത് കാണിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത്, ഇല്ലേ? ഇതൊരു കുറ്റപ്പെടുത്തലല്ല കേട്ടോ, ഒരു കുറ്റപ്പെടുത്തലല്ല. കാരണം വൈദികരെല്ലാം കുറച്ചുകൂടി വചനത്തെ പഠിച്ചിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ അവരെ പഠിപ്പിക്കാനോ അവർ ചെയ്യുന്നത് അവരുടെ ഇത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവർ അപ്പോൾ ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ വന്നത് പറയുമ്പോൾ ഒന്ന് പഠിച്ച് ആ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് വേണം പറയാൻ. ഇന്ന് സഭയുടെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അനേകം മനുഷ്യരുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് ചേക്കേറുന്നത്. അതറിയാതെ പോകരുത്. സഭയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകും. സഭാ വിശ്വാസികളാണ് സഭയുടെ കെട്ടുറപ്പിൻ്റെ താങ്ങ്. അത് തകർന്നു പോകും. കാര്യം പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആൾക്കാർ. കാരണം ഇതേപോലെയുള്ള ഈ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയൊക്കെ വചനങ്ങളെ വെച്ചിട്ടുള്ള കളിക്കുമ്പോൾ ജനങ്ങൾ മടുത്തുപ്പം, ഇല്ലേ? കാരണം ഇന്ന് യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ കുറവാണ്. യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് പോകുന്നത്. യേശുവിനെ അല്ല ആശ്രയിക്കുന്നത്. അവർ വേറെ പലതിനെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ തെറ്റായ വചനങ്ങൾ നൽകി അവരെ മാറ്റുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വൈദികരൊക്കെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി പഠിച്ച് അതൊക്കെ ഒന്ന് ആ മനുഷ്യനെ ദൈവനീതിയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഉള്ള വാക്കുകളൊക്കെ പറയുന്നത് നന്നായിരിക്കും. അപ്പോൾ പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് ആരും പോകത്തില്ല, ഇല്ലേ? നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 6:30 പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും, ലഭിക്കും. ഈ ഇവരെല്ലാം പറയുന്ന ഈ തെറ്റായ കാര്യങ്ങൾ അതിൻ്റെ പുറകെ കേൾക്കാനും അതിൻ്റെ പുറകെ ഓടാനും പോകണതിന് എൻ്റെ കാരണം എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കാനും ഈ യൂട്യൂബിലൊക്കെ വെച്ചിട്ട് രാവിലെ മുതൽ വെച്ച് കേൾക്കണതിൻ്റെ കാരണം എന്നറിയോ? രക്ഷപ്പെടാനാ. എവിടെ നിന്നാണ് രക്ഷ? ഈ രക്ഷപ്പെടുത്തില്ല. കാരണം യേശുക്രിസ്തുവിലല്ല ഇവർ ആശ്രയിക്കുന്നത്. ഒരു മനുഷ്യനും ആശ്രയിക്കുന്നത് യേശുക്രിസ്തുവിലല്ല. പ്രത്യേകിച്ച് ക്രൈസ്തവർ ആശ്രയിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രാർത്ഥന സ്ഥലങ്ങളുണ്ട്, ഇല്ലേ? അവിടെ എല്ലാം പോയി അവിടെയാണ് അവർ ആശ്രയിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ രാജ്യവും നീതിയും, ഇല്ലേ? കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പോകാൻ ആർക്കും താല്പര്യമില്ല. അതിൻ്റെ പുറകെ പോയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം, നിനക്കുള്ളത് അവരുമായിട്ട് പങ്കുവയ്ക്കണം. അപ്പോൾ കർത്താവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും പോകുന്നില്ല. എന്നാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി വേറെയാണ്, ഇല്ലേ? ഇനി നമ്മൾ നോക്കി, ഏതാണ് ഈ രാജ്യം, ഇല്ലേ? ഏതാണ് രാജ്യം? ഈ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറഞ്ഞു. ഏതാണ് ഈ രാജ്യം? ഏതാണ് നീതി? അതാണ് ഇവിടെ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഫിലിപ്പി ലേഖനം 2:4, മത്തായിയുടെ സുവിശേഷം 22:36, മത്തായിയുടെ സുവിശേഷം 25:40. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. അപ്പോഴാണ് ഈ നീതിയിലേക്ക് പോകാൻ പറ്റുള്ളത്, അല്ലേ? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനായിട്ട് ആ രാജ്യം അറിയണം, നീതി അറിയണം. ഇതൊന്നും ഇല്ലാതെ ആരെല്ലാം എവിടെയൊക്കെ ഓടി നടന്നാലും സഹോദരങ്ങളെ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തില്ല. അത് നിങ്ങൾ മറന്നു പോകരുത്.
ആരെല്ലാം എവിടെയെങ്കിലും ഓടി നടന്നോട്ടെ, ഒരു രക്ഷയും നിങ്ങൾക്ക് കിട്ടില്ല. എവിടെ തകർന്നുകൊണ്ടിരിക്കുക, ഇവിടെ നമ്മൾ തകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സഭ തകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സഭയിൽ നിന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക, ഓരോന്നോരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയിട്ടാണ്, കർത്താവിനെ വിട്ടുകൊണ്ടാണ്. കർത്താവിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ഇതും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല, അല്ലേ? ഇനി ആ രക്ഷയ്ക്കുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെയ്യാമോ? നിങ്ങളുടെ ഏത് ബാധ്യതയും, നിങ്ങളുടെ ഏത് തകർച്ചയും, നിങ്ങളുടെ ഏത് അവസ്ഥയ്ക്കും മാറ്റം വരാവുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണം. ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ ഇടവക പള്ളികളിൽ ചെയ്യുക. മറ്റു പള്ളികളിലോ പ്രാർത്ഥനാലയങ്ങളിലോ പോകരുത്. അവിടെ യേശുവിൻ്റെ കുരിശ്, നമ്മുടെ ഇടവക പള്ളി ചെല്ലുക, യേശുവിൻ്റെ കുരിശ് രൂപത്തിൻ്റെ മുമ്പിൽ ശാന്തതയോടും സമാധാനത്തോടും ആത്മസമർപ്പണത്തോടും കൂടെ രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടും കൂടി മൗനമായി 1 മണിക്കൂർ സമയം നിങ്ങൾ ചെലവഴിക്കുക. കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴിൽ ശാന്തമായിരിക്കുക, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ ചെല്ലുക. ആ ഇടവപ്പള്ളിയിൽ യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിൽ ശാന്തമായിട്ടിരിക്കുക. നമുക്കതിന് കഴിയുന്നില്ല. നമുക്കൊന്നിനും ഹല്ലേലൂയ പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും വർത്താനം പറയണം, അതല്ലെങ്കിൽ കൈ നോക്കി കൈയടിക്കണം. ഇല്ല, നമുക്കിത് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. എന്താണ് ഈ രക്ഷ? എവിടെ നിന്നാണ് ഈ രക്ഷ? എങ്ങനെയാണ് നമ്മുടെ രക്ഷ? എങ്ങനെയാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? എങ്ങനെയാണ് കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അതിൻ്റെ ഒരു രക്ഷയാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ സത്യമായിട്ട് ഞാൻ പറയാം, ഇതൊന്നും നിങ്ങൾ ഒരാളിൽ നിന്നും കേട്ടിട്ടുണ്ടാവില്ല, ഒരാൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് അറിയത്തില്ല. നിങ്ങൾ ചെല്ലുന്ന ഈശോയുടെ കുരിശിൻ്റെ വീട്ടിൽ ചെല്ലുക, ഇടവക പള്ളിയിൽ. അതാണ് നമ്മുടെ ആലയം, മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ആലയം. ആ ഇടവക പള്ളിയിൽ എന്നിട്ട് ശാന്തമായി ഈശോയുടെ കുരിശിൻ്റെ വീട്ടിൽ താഴ്മയോടെ ഇരിക്കുക. ഒന്നും നിങ്ങൾ പറയരുത്. നമ്മുടെ അതിരത്തിൽ നിന്ന് വരുന്ന വാക്കുകളൊന്നും ഈശോയ്ക്ക് മനസ്സിലാക്കില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വരമാണ് ഈശോ ശ്രദ്ധിക്കുന്നത്. അത് നിങ്ങൾക്കറിയാവോ? അത് നിങ്ങൾക്കറിയാവോ? നിങ്ങളോട് ആരും പറഞ്ഞു തരുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്വരമാണ് ഈശോയ്ക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സ്വരം, നിങ്ങളുടെ ആദരത്തിൽ നിന്ന് വരുന്ന ആദര വ്യായാമമല്ല ഈശോ ശ്രവിക്കുന്നത്. അത് ശ്രവിക്കാനും ഈശോയ്ക്ക് പറ്റത്തില്ല, അത് ഈശോയ്ക്ക് അറിയത്തുമില്ല. അപ്പം നിങ്ങൾ ആ ഇടവപ്പള്ളിയിൽ ചെന്നിരുന്നിട്ട് ശാന്തമായി ഈശോയുടെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് പറയുന്നുണ്ടല്ല, നീ എൻ്റെ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ ഇരിക്കുക, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തും. ആ തക്ക സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം. അല്ലാണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള വചനം വെച്ചുകൊണ്ട് പോയാൽ തകർന്നു പോവും, നശിച്ചു പോവും. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഇടവക പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാൽ മതി. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥന എത്തിക്കുന്ന ആ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ ശാന്തമായി സ്വസ്ഥമായി മനസ്സമാധാനത്തോടു കൂടി മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി 1 മണിക്കൂർ ഒന്ന് ഇരുന്ന് നോക്ക്. നിങ്ങൾ 1 മണിക്കൂർ ഒന്ന് ഇരുന്ന് നോക്ക്. നിങ്ങൾ കർത്താവിന് മുമ്പിൽ പോയിരുന്നേ, കർത്താവിൽ ആശ്രയിച്ചാൽ, നിങ്ങൾ കർത്താവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളെ കൈവിടില്ല. മനസ്സിലായില്ലേ? കർത്താവ് നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ മറ്റുള്ള സാധനങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് നിങ്ങൾക്കൊന്നും കിട്ടാണ്ട് പോണേ. അവിടെ ഒന്നും കിട്ടത്തില്ല. വേറെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ വേറെ ഒന്നിനെ നിങ്ങൾ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് സാധിക്കത്തില്ല. അത് ആർക്കും തരാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഞാൻ എൻ്റെ 32 വർഷത്തെ ആത്മീയ ജീവിതത്തിൻ്റെ ഇത് വെച്ചിട്ട് പറയുക, യേശുക്രിസ്തുവിൽ മാത്രം, യേശുവിൽ ആശ്രയിക്കുമ്പോൾ
ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് യേശു ഞങ്ങളോട് സംസാരിച്ചു, യേശു ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു, യേശു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. പച്ചക്കള്ള പറയണത്. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് ഏത് ഭാഷയിലാണ് യേശു സംസാരിച്ചത്, ഏത് ഭാഷയിലാണ് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞോ എന്ന് കേൾക്കട്ടെ. അതിനൊത്തുവരില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഇത് ഈശോയുടെ പേരിൽ ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തണം ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നെ തെറി പറയാനൊന്നും വരണ്ട. നിങ്ങൾക്ക് എന്നെ തെറി പറയാം. ഒറ്റ കാര്യം അറിയാവുന്നവർക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൻ്റെ ഉത്തരം അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും എന്നെ തെറി പറയാം. അല്ലാത്ത ഒരുത്തനും എന്നെ തെറി പറയാനോ എന്നെ കുറ്റം പറയാനോ എൻ്റെ മെക്കിട്ട് കയറാനോ വന്നു പോരുത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൻ്റെ അർത്ഥം, ആത്മാവി ദരിദ്രർ ഭാഗ്യവാൻ. ആരാണ് ഈ ആത്മാവിൽ? ഇതിൻ്റെ അർത്ഥം അറിയാവുന്നതിന് മാത്രമേ എന്നെ തെറി പറയാനും എൻ്റെ മെക്കിട്ട് കയറാനും പാടുള്ളൂ. ചുമ്മാ വെല്ലവൻ്റെയൊക്കെ പുറകെ പോയിട്ട് അതായത് ഇന്നിപ്പോൾ വചനപ്രഘോഷണം നടക്കുന്ന ഛർദിൽ ഭക്ഷിക്കുന്ന ആരാ? നായ്ക്കളാണ് അല്ലേ? ബൈബിൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഛർദിൽ ഭക്ഷിക്കുന്നത് നായ്ക്കളാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരുവൻ പറയുന്ന വചനത്തിൻ്റെ അർത്ഥങ്ങൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അത് കേൾക്കുന്നവൻ അടുത്ത സ്ഥലത്ത് പോയി പറയും. അതാണ് ഛർദ്ദിക്കുന്നത്. ഒരാൾ ഛർദ്ദിക്കുന്നത് ഇയാൾ ഭക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോയി ഛർദ്ദിക്കും. അപ്പോൾ അടുത്ത സ്ഥലത്ത് ഒരുത്തൻ ഇത് ഭക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയി ഛർദ്ദിക്കും. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഇതാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളതാണ്. ധ്യാനത്തിന് എന്തുകൊണ്ടാണ് ധ്യാന പ്രസംഗത്തിന് നമുക്ക് ഒരു വാക്ക് ചോദിക്കാൻ പറ്റാത്തത്? നമുക്ക് അവർ പറയുന്ന വചനങ്ങളുടെ അർത്ഥം ചോദിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സമ്മതിക്കാത്തത്? അവർക്ക് ഉത്തരം കിട്ടത്തില്ല. ഞാൻ നടത്തുന്ന ധ്യാനങ്ങൾക്ക്, ഇടുക്കിയിൽ നടത്തിയിരുന്ന ധ്യാനങ്ങൾക്ക് അവർക്ക് ഞാൻ പറയും, ഞാൻ പറയുന്ന ഏത് കാര്യത്തിനും നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം, അത് തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് തീർത്തിട്ടേ ഞാൻ അടുത്തതിലേക്ക് പോകുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മുറിയിലേക്ക് ഞാൻ അങ്ങനെയല്ല. അവർ ചോദിക്കുന്നതിന് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയും. എനിക്ക് 6 ബട്ടൺസേ ഉള്ളൂ. കണ്ണങ്കാല് വരെ ബട്ടൺസ് ഉള്ളതും 6 ബട്ടൺസ് നമ്മളുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് ചോദിക്കാൻ, എൻ്റെ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കാൻ. ഇന്ന് ധ്യാനം കൂടെ ഞാൻ പോയ ആൾക്കാർ അവർ പറയുന്ന വിഡ്ഢിത്തങ്ങളെല്ലാം കേട്ട് കണ്ണടച്ച് വിഴുങ്ങി പോരണം. ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ. അതൊക്കെ മാറ്റണം. അതൊക്കെ മാറ്റി കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പഠിച്ച് വേണം പറയാൻ. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബം, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 10,000 രൂപ ഓഫർ ഇട്ടുകൊണ്ട്, വിശുദ്ധ കുർബാനയാണോ വലുത്, കുടുംബ പ്രാർത്ഥനയാണോ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായത്? അങ്ങനെ എഴുതണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായത് കുടുംബ പ്രാർത്ഥനയാണോ വിശുദ്ധ കുർബാനയാണോ? അതിൻ്റെ ഉത്തരം പറയുന്നത് 10,000 രൂപ ഞാൻ കൊടുക്കും, ഇപ്പോഴും കൊടുക്കും. പക്ഷേ കുർബാനയാണ് ദൈവത്തിൻ്റെ പ്രീതികരം എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് അതെന്ന് പറയണം. ദൈവത്തിന് പ്രീതികരമാണെന്ന് എന്തുകൊണ്ടാണ്? കുടുംബ പ്രാർത്ഥനയാണ് ദൈവത്തിന് പ്രീതികരമെങ്കിൽ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ പ്രീതികരമായത്? ആ ഉത്തരവാദി പറയണം, അതുകൂടി പറയണം. അല്ലാണ്ട് ചുമ്മാ വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പോൾ ഈ ഇന്ന് സഭേനെ നശിപ്പിക്കുക അല്ലേ? നമുക്കിപ്പോൾ ഞായറാഴ്ച കുർബാനയാണ്. ഞായറാഴ്ച കുർബാനയ്ക്കാണ് ഇടവേലുള്ള ഒരുവിധ ആൾക്കാരെല്ലാം പോകുന്നത്. അപ്പോൾ ആ ഞായറാഴ്ച കുർബാനയിൽ ആ വൈദികൻ പറയുന്ന വചനം ജനങ്ങൾക്ക് സ്വീകാര്യമായതും അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദൈവവചനം ഇതാണ്, ഇതിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അതല്ല ഇന്നിപ്പോൾ ചെയ്യണേ. വായിക്കുന്ന വചനവും പറയുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും.
അവിടെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സഭ ഒരുപാട് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മറു ചോദ്യങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള ത്രാണി ഇല്ലാത്തവൻ ഈ പണിക്ക് പോകരുത്. ചുമ്മാ ഒരു വചനം എഴുതി വെച്ചുകൊണ്ട് ഒന്ന് ദിനവൃത്താന്തം വായിച്ച ദൈവം കേട്ടു എന്ന ഇത് കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ പറയുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ പണിക്കൊന്നും പോകരുത്. മനസ്സിലായില്ലേ? ഞാനീ പറഞ്ഞതാക്കി നമ്മുടെ പള്ളിയിൽ പോവുക, ഇടവ പള്ളിയിൽ പോയി ചെന്നിട്ട് ഈശോയുടെ കുരിശിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് നിങ്ങൾ ഒരു മണിക്കൂറൊന്നും ഇരുന്ന് നോക്കുക. അവിടെ അതിനകത്ത് കർത്താവിൻ്റെ വചനമാണത് പറഞ്ഞത് ഇല്ലേ? കർത്താവിൻ്റെ കരങ്ങൾക്ക് എഴുതി താഴ്മയോടെ ഇരിക്കുക. തക്ക സമയത്ത് തന്നെ ഞാൻ ഉയർത്തും. ആ തക്ക സമയം നമുക്ക് ആർക്കും അറിയത്തില്ല, അത് ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇല്ലേ? ആ തക്ക അതിന് വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ പേരിൽ തന്നെ പറയാം, കൃപാസനം, അങ്ങനെയുള്ള കുറേ പ്രാർത്ഥന അതിലുണ്ട്. അവിടെ ചെന്നാലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവിടെ ചെന്നാൽ നിങ്ങളുടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പത്രം കിട്ടും, പഞ്ചസാര കിട്ടും, ഉപ്പ് കിട്ടും, മുളക് കിട്ടും, പിന്നെ എന്നാ മണ്ണെണ്ണ കിട്ടും. ഇല്ലേ? ഇതൊന്നുമല്ല കർത്താവിൻ്റെ ശക്തി. ഇതൊന്നും അല്ല കർത്താവ് ചെയ്യുന്ന കൃപ. ഇതിനകത്തൊന്നും അല്ല. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക എൻ്റെ പൊന്ന ക്രിസ്ത്യാനികളെ. കർത്താവിൻ്റെ ശക്തി അവിടെ ഒന്നും അല്ല. പത്രത്തിലോ മുളകിലോ ഉപ്പിലോ വെളിച്ചെണ്ണയിലോ ഒന്നും അല്ല. കർത്താവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ പതിക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം പതിക്കണം. പറ്റുമോ? എന്നിട്ട് ഓടുക. ഈ ഓടാന്ന് പറഞ്ഞാൽ എന്ത് ഓട്ടം ആൾക്കാർ ഓടുന്നത്? എന്തിനു വേണ്ടി ഓടുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി ഓടുന്നത്? ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ 1 മണിക്കൂർ ഈശോയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോരുമ്പോൾ നമ്മുടെ വികാരിയച്ഛനെ കാണുക. വികാരിയച്ഛനെ കണ്ടിട്ട് അച്ചോ ഇങ്ങനൊരു പ്രശ്നം, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഈശോ കേൾക്കാതിരിക്കുക ചെയ്യട്ടെ. അത് നമ്മുടെ വിശ്വാസമാണ്. അതല്ലാതെ ധ്യാനഗുരുവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഇടവക വികാരിയുടെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസമുണ്ട്. ധ്യാനഗുരുവും ഒരു കോളേജിൽ പഠിച്ചു, ഒരു സെമിനാരിൽ പഠിച്ചു. വികാരിയച്ഛനും ഒരു സെമിനാരിൽ പഠിച്ചു, അവിടെയും തിയോളജി പഠിച്ചു. ഇതെല്ലാം ഒരേ കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാരാണ്. എന്നാ നമ്മുടെ വികാരിയച്ഛന്മാർക്ക് പ്രാർത്ഥനയില്ലേ? അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലേ? അതാണ് നമ്മുടെ തെറ്റായ ചിന്തകളൊക്കെ നമ്മൾ മാറ്റണം. വികാരിയച്ഛൻ ആരും ആയിക്കോട്ടെ, എന്ത് തെറ്റും ചെയ്തിട്ട്, എന്ത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നമുക്ക് അവരോട് പറയാം. അദ്ദേഹത്തിന് നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന വികാരിയച്ഛൻ എന്ന് വെച്ച് എപ്പോഴും ഓടിച്ചെന്ന് അദ്ദേഹത്തിന് അവരെ ശല്യം ചെയ്യരുത്. ഒരു പ്രാവശ്യം നമുക്ക് ചെന്ന് പറയാം, നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ ഇറങ്ങി പോടാന്ന് പറയില്ല. സ്വീകരിച്ചിരുത്തി അവൻ്റെ വേദനയെ കേൾക്കാൻ മനസ്സുള്ള വൈദികരുണ്ട്. അപ്പോൾ അവിടെ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വികാരിയച്ഛനോട് സംസാരിക്കുന്നത്, പറയേണ്ടത്, പങ്കുവയ്ക്കേണ്ടത്. തെറ്റായ രീതിയിലൊന്നും പോകരുത്. അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യരുത്. ഇല്ലേ? ഇത് ഓടുക. എനിക്കിതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനമുണ്ട്. അതിൽ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്ത് സത്യമായ കാര്യമാണല്ലേ! ഇതൊക്കെ നമ്മുടെ ഈ വചനത്തിലുള്ള, ഈ പുതിയ നിയമത്തിലുള്ളതാണ്.
ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ കണ്ണിൽ കണ്ട പോസ്റ്റർ ഇടുന്ന അത് വൈദികനായാലും അൽമായനായാലും ധ്യാനഗുരുവായാലും നിങ്ങളതിനെ എതിർക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ലെങ്കിൽ അവനെ എതിർത്തിരിക്കണം, ഒരു സംശയം വേണ്ട. കാരണം നമുക്ക് പറ്റുന്നതാണ്. വിശുദ്ധ ലിഖിതമോ നിമിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ബൈബിളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. വെറുതെ ഇരിക്കുകയല്ലേ? വെറുതെ ഇരിക്കുന്ന സമയത്ത്, വേദനിക്കുന്ന സമയത്ത് ഒരുപാട് ആശ്വാസമായി ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ. ഞാനീ 32 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ബൈബിൾ കണ്ടിട്ടും ബൈബിൾ വായിച്ചിട്ടും. ഞാൻ എനിക്ക് വേറൊരു പുസ്തകം വായിക്കണം എനിക്കിഷ്ടമല്ല. പക്ഷെ എന്തൊരു ആശ്വാസമെന്നറിയോ, എന്തെല്ലാം കാര്യങ്ങളെന്നറിയോ ഈശോധരനെ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈശോയ്ക്ക് എന്നോടാണ് കടപ്പാട്. എനിക്ക് ഈശോടല്ല, ഈശോയ്ക്ക് എന്നോടാണ് കടപ്പാട്. അത് നമ്മളാക്കിയെടുക്കണം. അതാണ് 25-40 മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം നിങ്ങൾ വായിച്ചോളൂ ഇല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഈ ദൈവത്തെ വിറ്റ്, ദൈവവചനത്തെ വിറ്റ് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനെ മേടിക്കാനാണെങ്കിൽ ഈ 10-32 കൊല്ലം കൊണ്ട് കോടാനുകോടി രൂപ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. മനസ്സിലായില്ലേ? കാരണം എന്നിലൂടെ ഈശോ ചെയ്ത പ്രവൃത്തികൾ അത്രയും വലിയ കാര്യങ്ങളാണ്. എത്ര വലിയ എന്താ പറയുക, ക്യാൻസർ, ഇത്ര വലിയ ക്യാൻസർ രോഗിയാണെങ്കിലും അവൻ്റെ തലയ്ക്ക് വെച്ച് ഈശോയോട് പറയുന്നത് ഇതിനെ മാറ്റിക്കൊടുക്കാനല്ലേ പറഞ്ഞത്. ഈ രോഗം എൻ്റെ മേത്തേക്ക് തന്നേക്ക്, എനിക്ക് തന്നേക്ക് എന്നാണ് ഞാൻ ഈശോയോട് പറഞ്ഞത്. അവർ ഫ്രീ ആവും, അത് എൻ്റെ മേത്തിരിക്കും. മനസ്സിലായി? നിങ്ങൾ കേട്ടില്ല അങ്ങനത്തെ പ്രാർത്ഥന? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില അച്ഛന്മാരുടെ അടുത്തും കന്യാസ്ത്രീകളുടെ അടുത്തും ഒക്കെ ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പം അവർ പറയുന്ന കാര്യം വേണ്ട, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ട. ഞങ്ങളുടെ രോഗം രാജു മേടിച്ചിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ട. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇതാണ് ഈശോ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മളൊരു വില കൊടുക്കണം. ചുമ്മാ പോയി കൈനീട്ടി മേടിക്കാനല്ല, നമ്മളൊരു വില കൊടുക്കണം. ആ രോഗം നമ്മുടെ മേത്തേക്ക് മേടിക്കണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ എനിക്ക് സമ്പാദിക്കാമെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമായിരുന്നു. എൻ്റെ കൊച്ചു വീട്ടിൽ നിന്ന് എനിക്ക് കിടക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം ഇല്ല. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കുട്ടികളില്ലാണ്ട് ഒരുത്തൻ അവൻ്റെ ഭാര്യയായിട്ട് വന്ന് കാൽക്കൽ വീണ് കരഞ്ഞ്, ഇത്ര വർഷമേ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല സാറേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ചാൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നപ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് രാത്രി. അവൻ്റെ കാലിൻ്റെ ആ ചെളി എൻ്റെ ചുണ്ടത്തിപ്പോഴും ആ ചോയുണ്ട്. അവൻ്റെ കാല് നക്കി അവനുള്ള കുറവ് ഞാൻ ഏറ്റെടുത്തിട്ടാണ് ആ സ്ത്രീ പ്രസവിച്ചത്, അവന് കുട്ടിയുണ്ടായത്. എന്നിട്ട് അവൻ സാക്ഷ്യം എഴുതിയേക്കുന്നതാണ്. ഒരു കുഷ്ഠരോഗി വന്ന് ഞാനിത് പറഞ്ഞ എന്നാലും അതൊരു പറയുക, ഒരു കുഷ്ഠരോഗി അവൻ്റെ വീട്ടിൽ വന്ന് വിഷയം ആചരിച്ചപ്പം ചോദിച്ചു, മക്കളെന്തി, ഭാര്യ എന്തി, ഭാര്യ ജോലിക്ക് പോയി, മക്കളില്ല. അപ്പോൾ അയാൾ പ്രാർത്ഥിച്ചു. പിറ്റേ കൊല്ലം അയാൾ അതേ സമയത്ത് അവിടെ വന്നപ്പം കുഞ്ഞിനെ കാണിച്ചു കൊടുത്തവൻ. ഒരു കുഷ്ഠരോഗിയാണ്, കയ്യും കാൽമേലത്തൊക്കെ മാംസമൊക്കെ പോയി, മൂക്കേലത്തെ ഇറച്ചിയെല്ലാം പോയി, മുഖമെല്ലാം വികൃതമായ ഒരു കുഷ്ഠരോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. ആ കുഷ്ഠരോഗി വന്ന് രണ്ടാമത് വന്നപ്പം കൊച്ചിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അവൻ ആ സാക്ഷ്യത്തിൽ പറഞ്ഞില്ല, ആ കുഷ്ഠരോഗിയുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ആ കുഷ്ഠരോഗിയുടെ പേര് അവനറിയത്തില്ല, എനിക്കറിയാം. ആ പേര് രാജു മേച്ചേരി എന്നാണ്. ഇത് കരിമണ്ണൂർ പള്ളിയിലെ 2025 ഓഗസ്റ്റ് സെപ്റ്റംബറിലെ മരിയൻ ഡിവോഴ്സിലെ ഒരു സാക്ഷിയാണ്. ഇതാണ്
ഇവരൊക്കെയാണ് അവരാണ് വലിയ വചനപ്രഘോഷകനായിട്ട് നടക്കണേ. മനസ്സിലായില്ലേ? ശിക്ഷിക്കത്തില്ലേ ദൈവം അവനെ? നമ്മളല്ല, ദൈവം അവനെ ശിക്ഷിക്കും, ഈശോ അവനെ ശിക്ഷിക്കും. ഇത്രയും വലിയ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അവൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ അവന് ഉറപ്പാണ്. എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റോ ആരുടെയും സാക്ഷ്യമൊന്നും എനിക്ക് വേണ്ട. നിങ്ങളെ അന്വേഷിച്ച് നോക്ക്. ഞാൻ ഇടുക്കിയിലും തൊഴിലൊക്കെ ഞാൻ നടത്തിയപ്പം സാക്ഷ്യം പറയാൻ ഞാൻ പറയില്ല. സാക്ഷ്യം നിങ്ങൾ പറയണ്ട. സാക്ഷ്യം നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. സാക്ഷ്യം പറയിപ്പിക്കണ്ട. സാക്ഷ്യം പറയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലക്കേറുണ്ടാവില്ല. ശരി, ഈശോ എന്നിലൂടെ അത്രയും വലിയ കാര്യങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അത്രയും വലിയ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിന് ദൈവം കൊടുത്ത വാക്കുകൾ പറഞ്ഞപ്പം ആ ഈശോനെ കൊല്ലാൻ ശ്രമിച്ചു. ആ ഈശോ എനിക്ക് തന്ന വാക്കുകൾ ഞാൻ പറയുമ്പം നിങ്ങൾ എന്നെ തെറി പറയും. അതാണ് വ്യത്യാസം. ശരി, എൻ്റെ കഴിവല്ല. എനിക്കിതിനൊന്നുള്ള യാതൊരു കഴിവില്ല. എനിക്കിതിനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. പക്ഷെ എൻ്റെ ഈശോ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട്, ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ആയതുകൊണ്ട് ആണ് എനിക്ക് ഈ കൃപ കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ഒരു ദിവസം വായിച്ചു നോക്കണം. കരിമണ്ണൂർ പള്ളിയിലെ എന്നെ മരിയൻ വോയിസ് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് അത് ഇറങ്ങണമെന്നാണ്. അത് വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് കാണാം ഒരു സാക്ഷ്യം. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവനും സഞ്ചി തൂക്കിപ്പിടിച്ച് നടക്കുക ദൈവവചനം പറയാൻ. ഇതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ നാശത്തിൻ്റെ കാരണം. ഇതിനൊക്കെ അടിച്ച് ഓടിക്കണം. ഞാൻ ഇവരോടൊന്നും സാക്ഷ്യം പറയാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അവൻ എന്നെ കുഷ്ഠരോഗിയാക്കി. ഇല്ലേ? അവൻ എന്നെ കുഷ്ഠരോഗിയാക്കി. അവൻ്റെ കാലുമേലത്തെ ചെളി എൻ്റെ ചുണ്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പം ഞാനിതൊന്നും പറയാൻ വേണ്ടി ചെയ്തതല്ല. കാരണം ഈ ദൈവവചനത്തിനെ വിൽക്കുന്ന കാര്യം അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതും തെറ്റായിട്ട് ചെയ്യുന്നതും തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ അത് ചോദന നടക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇങ്ങനെ ഒരു വചനം ഇട്ടിട്ട് ഇത് രക്ഷപ്പെടാനുള്ള വഴിയാണ്, നിങ്ങൾ ആമയം പറയാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് അത്ഭുതം കാണാം. ഒരു രാത്രി അത്ഭുതം കാണത്തില്ല. അത്ഭുതം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അത്ഭുതം കാണണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഫിലിപ്പി 2:4 എടുക്കുക, മത്തായി 22:36 എടുക്കുക, മത്തായി 25:40 എടുക്കുക. അവിടെ അത്ഭുതം കാണാൻ പറ്റുള്ളൂ. ഇല്ലാത്തതിന് അത്ഭുതം കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇത്രയും സമയം നിങ്ങൾ ഇത്ര കേൾക്കില്ലെന്ന് എനിക്കറിയാം. എന്നാൽ കേട്ടേ പറ്റൂ. ഇത് കേൾക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് ഈശോയ്ക്ക് നമ്മളോട് കടപ്പാടുണ്ടാക്കി കൊടുക്കണം. ഈശോയ്ക്ക് നമ്മളോടായിരിക്കണം കടപ്പാട്, നമുക്ക് ഈശോടാകരുത് കേട്ടോ. അതുകൊണ്ട് ഇത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെല്ലാം സ്നേഹിച്ച് അവർക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് ദ്രോഹിക്കരുത്. അത്ര എനിക്ക് പറയാനുണ്ട്. നല്ല ഏത് പ്രശ്നത്തിൻ്റെ പരിഹാരം യേശുവാണ്, വേറൊന്നുമല്ല. കാരണം കർത്താവ് യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേറെ ആരിലും രക്ഷയില്ല. വേറെ ആരും നിങ്ങളെ രക്ഷപ്പെടുത്താനില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. അനുസരിക്കുക, ചെയ്യുക. വിശംസാക്കി സ്തുതിയായിരിക്കട്ടെ.